നമുക്കിന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലോ പറഞ്ഞാലോ. അതായത് എബ്രഹാം ഹിക്സിൻ്റെ 17 സെക്കൻഡ് ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ദിവസം ഒരാൾ 60,000 ചിന്തകളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അതേ ആൾ ഒരു മിനിറ്റിൽ നോക്കുമ്പോൾ 40ഓളം ചിന്തകളിലൂടെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഒരു ചിന്തയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു തോട്ടിന് നമ്മൾ കൊടുക്കുന്നത് 17 to 64 സെക്കൻഡാണ്. അതായത് ഒരു ചിന്തയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പേഴ്സൺ കൊടുക്കുന്നത് എത്രയാണ്? 17 to 68 സെക്കൻഡാണ്. സോ നമ്മളിങ്ങനെ ഒരു ദിവസം ആ ഒരു തോട്ടിന് 17 to 68 സെക്കൻഡ് നമ്മൾ പ്യുവറായിട്ട് ആ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് ഈ എബ്രഹാം ഹിക്സിൻ്റെ 17 സെക്കൻഡ് ലോ. ഇപ്പോൾ ഈ ലോ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ: മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരരുത്. അതായത് നെഗറ്റീവ് തോട്ട്സ് ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു 17 സെക്കൻഡ്, അതായത് 17 സെക്കൻഡ് ഒരു ചിന്തയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു തോട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ 17 സെക്കൻഡ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് പോസിബിൾ ആവണം. ഈ 17 സെക്കൻഡിന് നമ്മൾ 68 സെക്കൻഡിലോട്ട് പോകുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിലേക്ക് നടക്കണം. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിലേക്ക് നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അതാണ് എബ്രഹാം ഹിക്സിൻ്റെ 17 സെക്കൻഡ് ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ 17 സെക്കൻഡ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പോസിബിളായി ആക്കണം. അതിന് ആദ്യം 17 സെക്കൻഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താകും? അത് ലോ ഓഫ് അട്രാക്ഷനാവും, യൂണിവേഴ്സിലേക്ക് പോകും. പിന്നെ ആ 17 സെക്കൻഡിന് 68 സെക്കൻഡിലോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ ഈ ചിന്തകളുടെ, ഇപ്പോൾ കാറ് വാങ്ങണം, സാലറി കൂടണം, അതായത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരൊറ്റ ചിന്തയിലായിരിക്കണം. വീട് വെക്കണം എന്നാണ് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതേ കൂട്ടോ കുറയോ അതിലൂടെ വേറെ നമ്മൾ ആഗ്രഹം വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ആഗ്രഹിക്കുമ്പോൾ എങ്ങനെ ആഗ്രഹിക്കണം? ഇപ്പോൾ ഫാമിലിയുമായിട്ട് ഇപ്പോൾ ഈ 17 to 68 സെക്കൻഡിൽ എന്താ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് അതിൽ താമസിക്കുന്നതും ഹൗസ് വാമിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ആ വീട്ടിനുള്ളിൽ കയറുന്നു, താമസിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ ഇടയിൽ ഒരിക്കലും നെഗറ്റീവ് തോട്ട് വരരുത്. ഇപ്പോൾ ലോൺ എടുക്കുന്നതോ അങ്ങനെയൊന്നും നമ്മൾ നെഗറ്റീവ് തോട്ട് വരാൻ പാടില്ല. സോ അതാണ് 17 സെക്കൻഡ് ലോ.